സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ഉണ്ടോ പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ ഐശ്വര്യ ക്ഷമയുടെ മകൾ എവിടെയോ ജീവനോടെ ഉണ്ടെന്നും ശ്രീകൃഷ്ണപുരത്താണ് ആ കുട്ടി താമസിക്കുന്നതെന്നും ഐശ്വര്യക്ക് മനസ്സിലാകുവാണ്. ക്ഷമയുടെ മശ്വതിയുടെ സംസാരത്തിൽ നിന്ന് അപകടം പറ്റി ക്ഷമക്ക് ബ്ലഡ് കൊടുത്തതും ആ കുട്ടിയാണെന്ന് അവർ തിരിച്ചറിയുവാണ് കേട്ടോ. അങ്ങനെ അവരുടെ സംസാരമൊക്കെ അശ്വതി മറഞ്ഞു നിന്ന് കേൾക്കുന്നതിലൂടെ ഉടനെ തന്നെ അങ്ങനെ ജീവിച്ചിരിക്കുന്ന മകളുണ്ടെങ്കിൽ അവളെ കൊല്ലണമെന്ന് ഐശ്വര്യ തീരുമാനിക്കുന്നതാണ്. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ രാധികനെ കൊല്ലാൻ ഏൽപ്പിച്ച ആ ഗുണ്ടയെ കണ്ടെത്തുവാണ്. അങ്ങനെ അയാളോട് അന്ന് ഏൽപ്പിച്ച കുഞ്ഞിനെ താൻ ശരിക്കും കൊന്നു കളഞ്ഞോ അതോ മറ്റെവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോ, സത്യം എന്താണെന്ന് എന്നോട് തുറന്നു പറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞ് അയാളെ ഭീഷണിപ്പെടുത്തുവാണ്. അങ്ങനെ അയാൾ സത്യങ്ങളെല്ലാം പറയുക. അത് പിന്നെ മാഡം, കുഞ്ഞിനെ കൊല്ലണം എന്ന് തന്നെ വിചാരിച്ചത്, പക്ഷേ എന്നെക്കൊണ്ടതിന് കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ ശ്രീകൃഷ്ണപുരത്തിനടുത്തുള്ള ഒരു പുഴയിലേക്ക് ആ കുഞ്ഞിനെ ഒഴുക്കി വിട്ടു. അതേക്കുന്നതും ഐശ്വര്യക്ക് ദേഷ്യം വന്ന് അയാളുടെ കരണത്തടിക്കുക. എടാ, നിന്നെയൊക്കെ ഒരു പണി ഏൽപ്പിച്ച അത് ചെയ്യണം. നീ എൻ്റെ കയ്യിൽ നിന്ന് പണം എണ്ണി വാങ്ങിയല്ലോ, എന്നിട്ട് ഏൽപ്പിച്ച കാര്യം ചെയ്തില്ല അല്ലേ. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ കുറച്ച് ഗുണ്ടകളെ ഏർപ്പാടാക്കുക. ശ്രീകൃഷ്ണപുരത്ത് ഞാനിപ്പോൾ അയക്കുന്ന ഫോട്ടോയിൽ അതേ രൂപസാദൃശ്യമുള്ള ഒരു പെൺകുട്ടിയുണ്ട്. ഏകദേശം 23-24 വയസ്സ് പ്രായം വരും. അവളെ നിങ്ങൾ കണ്ടെത്തുവാണെങ്കിൽ ആ നിമിഷം തന്നെ അവളെ അങ്ങ് ഇല്ലാതാക്കിക്കൊള്ളണം. അങ്ങനെ പറഞ്ഞ് ഷ്യാമയുടെ പണ്ടത്തെ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അത് ഐശ്വര്യ അയച്ചു കൊടുക്കുവാണ്. എന്നിട്ട് പറയണേ, ഏതാണ്ട് ഈ രൂപത്തോട് സാമ്യം ഉണ്ടാവും. എത്രയും പെട്ടെന്ന് തന്നെ അവളെ കണ്ടുപിടിച്ചിരിക്കണം. നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നൊന്നും നോക്കണ്ട, അവൾ പിന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല. മരണം ഉറപ്പാക്കിയിട്ട് നിങ്ങൾ തിരിച്ചു വരാൻ പാടുള്ളൂ. അങ്ങനെ ഐശ്വര്യ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ രാധികയെ തിരഞ്ഞ് ആ നാട് മുഴുവൻ നടക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന രാധികയാണ് കേട്ടോ. ഈ സമയം ഐശ്വര്യയുടെ ഗുണ്ടകൾ രാധികയെ കാണുവാണ്. അങ്ങനെ ഫോട്ടോയിലുള്ള അതേ മുഖച്ഛായ തന്നെ രാധികയ്ക്ക് ഉണ്ടെന്ന് അവർ തിരിച്ചറിയുവാണ്. അങ്ങനെ അവർ അപ്പം തന്നെ രാധിക അവിടെ നിന്ന് കടത്തി കാറിൽ കയറ്റിക്കൊണ്ട് പോകുവാണ് കേട്ടോ. ഈ സമയം അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന വരുൺ ഈ കാഴ്ച കാണുവാണ്. അങ്ങനെ ദൂരെ നിന്ന് തന്നെ ആരോഗ്യ ചേർന്ന് രാധികയെ പിടിച്ച് ബലമായിട്ട് കാറിൽ കയറ്റുന്നത് വരുൺ കാണുവാണ്. അത് കാണുന്നതും വരുൺ അപ്പം തന്നെ ആ കാറിൻ്റെ പിന്നാലെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ വരുൺ ആ കാറിൻ്റെ പിന്നാലെ തന്നെ ഫോളോ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഒരു കാടിൻ്റെ അടുത്തായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന നിലയിൽ ആ കാറ് കാണുവാണ്. വരുൺ അങ്ങനെ കാറിൽ നിന്നിറങ്ങി ആ കാടിനുള്ളിലൂടെ രാധികയെ അന്വേഷിച്ച് ഓടി നടക്കുവാണ്. ഈ സമയത്ത് ആ ഗുണ്ടകളാകട്ടെ ഐശ്വര്യയെ വിളിച്ച് വിവരം പറയണേ, മാഡം പറഞ്ഞതുപോലെ ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അന്നേരം ഐശ്വര്യ പറയണേ, അങ്ങനെയാണെങ്കിൽ ഇനി വെച്ച് താമസിക്കേണ്ട, അവളെ എത്ര പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കിയേക്കും. അങ്ങനെ രാധികയെ കൊല്ലാനായിട്ട് ആ ഒരു ഗുണ്ട കത്തിയുമെടുത്ത് രാധികയുടെ വയറ്റിലേക്ക് കുത്താനായിട്ട് വരുമ്പോഴായിരിക്കും വരുൺ പിന്നിൽ നിന്ന് വന്ന് അയാളെ ചവിട്ടിയിടുന്നത്. അങ്ങനെ ആ ഗുണ്ടകളുമായിട്ട് വരുൺ ഏറ്റുമുട്ടുവാണ് കേട്ടോ. വരുൺ അങ്ങനെ ആ ഗുണ്ടകളെല്ലാം തല്ലി ഒതുക്കി രാധികയെ രക്ഷിക്കുവാണ്. അങ്ങനെ ഗുണ്ടകളെല്ലാം വരുൺ അവിടെ നിന്ന് ഓടിച്ചു വിടുവാണ്. ഈ സമയം രാധിക വല്ലാത്ത ടെൻഷനിലും ഭയത്തിലും ഒക്കെയാണല്ലോ. അങ്ങനെ വരുൺ തൻ്റെ അരികിലേക്ക് വരുമ്പോൾ രാധിക വേഗം തന്നെ പോയി വരുണിനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. ഈ സമയം വരുൺ ഒത്തിരി സന്തോഷമാകുക. അങ്ങനെ രാധികയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുവാണ് വരുണും. എന്നിട്ട് വരുൺ രാധികയോട് ചോദിക്കുക, എന്തിനാ താൻ എന്നെ വിട്ടു പോയത്? എനിക്കറിയാം, തൻ്റെ കഴുത്തിലാണ് ഞാൻ താലി കെട്ടിയത്. കല്യാണ മണ്ഡപത്തിൽ പുടവ സമ്മാനിച്ചതും ആ മണ്ഡപത്തിന് ചുറ്റും വലവെച്ച് നടന്നതൊക്കെ തൻ്റെ കൈ പിടിച്ചായിരുന്നു. പിന്നെ എങ്ങനെയാ വീട്ടിലെത്തിയപ്പോൾ പെണ്ണ് മാറിപ്പോയത്? എന്താ സംഭവിച്ചത്? താൻ എന്നിൽ നിന്നും എന്താ മറച്ചു വെക്കുന്നത്? സത്യങ്ങൾ പറയാതെ തന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് രാധിക വരുൺ സത്യങ്ങൾ പറയാനായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ വേറെ വഴിയില്ലാതെ രാധിക നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ് കേട്ടോ. ഒരു തെറ്റിദ്ധാരണ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് വരുണിനും മനസ്സിലാകുവാണ്. താൻ സ്നേഹിച്ച പെണ്ണിൻ്റെ പേര് രാധിക എന്നായിരുന്നുവെന്നും വരുൺ തിരിച്ചറിയുവാണ് കേട്ടോ. അങ്ങനെ വളരെ നല്ലൊരു എപ്പിസോഡ് തന്നെയാണ് വരാനിരിക്കുന്നത്. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ എപ്പിസോഡുകളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.